Hi my dear children, welcome back to the accountancy class. Today let us discuss an illustration from your SCRT text, page number 197, illustration 17. Okay. The balance sheet of Mohit, Neeraj and Sohan, who are partners in a firm, sharing profits according to their capitals as on 31st March 2017 was as under. നമ്മുടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവുക. ഇവിടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? പ്രോഫിറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ക്യാപിറ്റൽസ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി റേഷ്യോ ഒന്നും തന്നിട്ടുണ്ടാവില്ല. അവരുടെ ക്യാപിറ്റലിൻ്റെ അനുപാതത്തിലായിരിക്കും അവർ ലാഭം പങ്കിട്ടെടുക്കുന്നത്. ക്ലിയർ? ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. നോക്കുക. ക്രെഡിറ്റേഴ്സ് മോഹിത് ക്യാപിറ്റൽ, നീരജ് ക്യാപിറ്റൽ, സോഹൻസ് ക്യാപിറ്റൽ 80,000, 40,000, 40,000 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇവരുടെ ഓൾഡ് റേഷ്യോ നമുക്കങ്ങ് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 8:4:4 എന്ന് വരുമല്ലോ അല്ലേ? ഷോർട്ട് ചെയ്യുമ്പോൾ 8:4:4 ഒന്നുകൂടി കട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? 2:1:1 എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ 2/4:1/4:1/4 അല്ലേ? ഇനി ഓൺ ദ ഇവിടെ അസറ്റ്സ് തന്നിട്ടുണ്ട്. ബിൽഡിങ്, മെഷീനറി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പ്രൊവിഷൻ 1000 കിടപ്പുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കണം. ക്യാഷ് അറ്റ് ബാങ്ക് 14,000 ഇത്രയുമാണ് തന്നിരിക്കുന്നത്. ഇനി ഓൺ ദാറ്റ് ഡേറ്റ് നീരജ് ഡിസൈഡഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം ആൻഡ് വാസ് പെയ്ഡ് ഫോർ ഹിസ് ഷെയർ ഇൻ ദ ഫേം സബ്ജക്റ്റ് ടു ദ ഫോളോയിങ്. ശ്രദ്ധിക്കുക. ഓൺ ദാറ്റ് ഡേറ്റ് നീരജ് ഡിസൈഡഡ് ടു റിട്ടയർ. അപ്പോൾ ഏത് ഡേറ്റിലാണ്? ഈ ഡേറ്റിൽ തന്നെ, ബാലൻസ് ഷീറ്റിൻ്റെ ഈ ഡേറ്റിൽ തന്നെയാണ് നീരജ് റിട്ടയർ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പം ഇൻ്ററിം പ്രോഫിറ്റ് ഒന്നും വരികയില്ല. ഓൺ ദാറ്റ് ഡേറ്റ് നീരജ് ഡിസൈഡഡ് ടു റിട്ടയർ ഫ്രം ദ ഫേം ആൻഡ് വാസ് പെയ്ഡ് ഫോർ ഹിസ് ഷെയർ ഇൻ ദ ഫേം സബ്ജക്റ്റ് ടു ദ ഫോളോയിങ്. അതുപോലെ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ നീരജിൻ്റെ ഷെയർ കൊടുത്തിട്ടുള്ളത്. വാസ് പെയ്ഡ് അല്ലേ? അപ്പം പേ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ കൊടുക്കുകയാണല്ലോ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? കൊടുക്കുന്നതായിട്ട് വേണം കാണിക്കാനായിട്ട്. ലോൺ അക്കൗണ്ട് ഒന്നും പറ്റത്തില്ല. ഇവിടെ എന്ത് ചെയ്യാണ്? വാസ് പെയ്ഡ് ഫോർ. അപ്പം കൊടുക്കുന്നതായിട്ട് കാണിക്കണം. ശ്രദ്ധിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് 1. ബിൽഡിംഗ് ടു ബി അപ്രീസിയേറ്റഡ് ബൈ 20%. ബിൽഡിങ്ങിൻ്റെ വാല്യൂ 20% കൂടിയിട്ടുണ്ട്. പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. 20% എന്ന് പറയുമ്പോൾ 1 lakh × 20/100 20,000 20,000 ബിൽഡിങ്ങിൻ്റെ വില കൂടിയിട്ടുള്ളത്. അറിയാമല്ലോ, റീവാലുവേഷൻ അക്കൗണ്ട്. സെക്കൻഡ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ടു ബി ഇൻക്രീസ്ഡ് ടു 15% ഓൺ ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് 15% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡെറ്റേഴ്സിൻ്റെ 15%. അപ്പം നിലവിൽ 1000 കിടപ്പുണ്ട്. അപ്പോൾ 15% എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 20,000 ആണ്. 20,000 × 15/100. അപ്പോൾ എത്ര വരുന്നത്? 3000 മൊത്തം പ്രൊവിഷൻ വേണ്ടത് അല്ലേ? 3000 ടോട്ടൽ പ്രൊവിഷൻ വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എത്ര കിടപ്പുണ്ട്? 1000 ഉണ്ട്. അപ്പോൾ ഇനി എത്രയും കൂടിയാണ് പ്രൊവിഷൻ കൊടുക്കേണ്ടത്? 2000 കൂടിയാണ് കൊടുക്കേണ്ടത്. ഈ 3000 കയറ്റി എഴുതരുത്. ഇവിടെ 1000 ഓൾറെഡി കിടപ്പുണ്ട്. മൊത്തം 15% വേണ്ടത്. അതുകൊണ്ട് ഇനി ഒരു 2000 കൂടിയാണ് പ്രൊവിഷൻ വെക്കേണ്ടത്. 2000 പ്രൊവിഷൻ വയ്ക്കുമ്പോൾ സൺഡ്രി ഡെറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യപ്പെടും? കുറയും. ദാറ്റ് ഈസ് എ നെഗറ്റീവ് ഇഫക്റ്റ് ആൻഡ് ഡെബിറ്റഡ് ടു ദി റീവാലുവേഷൻ അക്കൗണ്ട്. ക്ലിയർ? തേർഡ്, മെഷീനറി ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 20%. മെഷീനറിയുടെ വാല്യൂ 50,000 ആണ്. അതിൻ്റെ 20% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 50,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ 10,000 rupees വരും. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് എ നെഗറ്റീവ് ഫീലിംഗ് ഡെബിറ്റഡ് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതാനുള്ള ആകെ ബിൽഡിംഗ് മാത്രമേ കിടപ്പുള്ളൂ. നെക്സ്റ്റ്, ഗുഡ്വിൽ ഓഫ് ദ ഫെയിം ഈസ് വാല്യൂഡ് അറ്റ് ₹72,000. ഫെയിമിൻ്റെ ഗുഡ്വില്ലാണ് 72,000. ക്ലിയർ? ഗുഡ്വിൽ ഓഫ് ദ ഫെയിം. ആൻഡ് ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ അഡ്ജസ്റ്റഡ് ത്രൂ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വഴി അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് കൊടുക്കാനുള്ള ഗുഡ്വിൽ റിമൈനിങ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യണം. ഇനി
അപ്പോൾ നമുക്കിവിടെ ഗെയിനിങ് റേഷ്യോ അറിയണം. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരാൾ റിട്ടയർ ചെയ്ത M ആണുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ ഷോർട്ട് ചെയ്ത് എടുക്കുക. 2:1 എന്ന് വരും, അതായത് 2/2 3:1/3. അപ്പം ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നതും അത് തന്നെയായിരിക്കും. അത്രയാണ് 2:1 ആയിരിക്കും ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഫേമിൻ്റെ ഗുഡ്വില്ലാണ് 72,000. അപ്പോൾ 72,000 ഇൻറ്റു നീരജിൻ്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയാണ്? നീരജ് റിട്ടയർ ചെയ്യുന്ന ആളുടെ ഷെയർ 1/4 ആണ്. അപ്പം 72,000 ഇൻറ്റു 1/4 ഈക്വൽ ടു 18,000 ആണ് നീരജ് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഇനി ഇത് റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വഴി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എമ്മിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകണം, എന്നിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകണം? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എംസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിനാണ് നമ്മൾ ഗെയിനിങ് റേഷ്യോ എടുക്കുന്നത് അല്ലേ. ഇവിടെ ഗെയിനിങ് റേഷ്യോ 2:1 ആണ്. അപ്പം 2:1 എന്ന് പറയുമ്പോൾ എമ്മിൻ്റേത് 2/3 വരും. എംസ് ക്യാപിറ്റൽ അക്കൗണ്ട് 18,000 ഇൻറ്റു 2/3 ഈക്വൽ ടു 12,000. എൻസ് അതായത് നീരജ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകേണ്ടത്? സോറി, നീരജ് അല്ലല്ലോ, സോഹനല്ല റിട്ടയർ ചെയ്യുന്നത്. സോറി, എൻ അല്ല, സോഹനാണല്ലോ കേട്ടോ. അപ്പോൾ എസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എത്ര പോകണം? 18,000 ഇൻറ്റു 1/3 എത്രയാണ്? 6,000 ആണ് സോഹൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോകേണ്ടത്. ഇനി the capital of the new firm be fixed at ₹1,20,000. പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ 1,20,000 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇനി ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമ്മുടെ നീരജ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമ്മിൻ്റെയും സോഹൻ്റെയും, അതായത് മോഹിതിൻ്റെയും, ഇവിടെ സോഹൻ എഴുതി ഇപ്പം മാറിപ്പോയതാണ്, സോഹൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് രണ്ടുപേരുടെയും കൂടെ എത്ര ഇനി വരാവുള്ളൂ? 1,20,000 വരാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ 1,20,000 വരണ്ടെങ്കിൽ ന്യൂ റേഷ്യോ പ്രകാരം എമ്മിൻ്റെയും എസിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര വെച്ച് വരണം? 1,20,000 ഇൻറ്റു ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ എത്രയാണ്? 2/3. അതുപോലെ തന്നെ 1/20,000 ഇൻറ്റു 1/3 അല്ലേ. സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 40,000, മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 80,000 വരേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ പുതിയ ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോഴും ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയേ വരാവുള്ളൂ? ഇത്രയേ വരാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇനി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. അത് നിങ്ങൾക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ സാധാരണ പോലെ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. റീവാലുവേഷന് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റാണ് വരുന്നത്. 20,000 ബിൽഡിങ്ങിൻ്റെ അപ്രീസിയേഷൻ ഉണ്ടല്ലോ. അപ്പം റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് 3 പേർക്കുമായിട്ട് ഓൾഡ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അത്രയും നിങ്ങൾക്കറിയാം. ഇനിയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പം ഞാൻ ഇതിൽ പറയുന്ന ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകുന്നില്ല. അല്ലാതെ തന്നെ ഞാനത് നമുക്കതൊന്ന് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് എഴുതേണ്ടത്. അതായത് 3 പേരുടെയും മോഹിത്, നീരജ്, സോഹൻ 3 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആദ്യം എഴുതിയിരിക്കുന്നു. കണ്ടോ? 80,000, 40,000, 40,000. പിന്നെ ഇവിടെ എന്നാ കിടക്കുന്നത്? ഒരു ജനറൽ റിസർവ് കിടപ്പില്ലേ? ഇതുണ്ട്. ഈ ജനറൽ റിസർവ് 20,000. അതിനെ എന്ത് ചെയ്യുന്നു? 3 പേർക്കുമായിട്ട് വീതിക്കുന്നു. 2:1 എന്ന അനുപാതത്തിൽ. അപ്പോൾ 3 പേർക്കുമായിട്ട് വീതിക്കുമ്പോൾ 10,000, 5,000, 5,000 എന്ന് വരും. ഇനി നമ്മളിവിടെ റീവാലുവേഷൻ ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയില്ലേ പ്രോഫിറ്റ്? 4,000, 2,000, 2,000 3 പേർക്കും. ആ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് 3 പേർക്കും എഴുതുന്നു. ഇനി നമ്മളിവിടെ ഒരു ഗുഡ് വില്ല് ഉണ്ടല്ലോ, റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഗുഡ് വില്ല് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഗുഡ് വില്ലിൻ്റെ ഷെയർ മോഹിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് നീരജിൻ്റെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്ന 12,000, സോഹാൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 6,000 അല്ലേ. അപ്പം നീരജിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകണം. നീരജിൻ്റെ അക്കൗണ്ടിലേക്ക് മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 12,000, സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 6,000 എന്ത് വന്നിരിക്കുന്നത്? ഗുഡ് വില്ല് വന്നിരിക്കുന്നത്. ഗുഡ് വില്ല് 2 പേരുടെ അക്കൗണ്ടിൽ നിന്ന് നീരജിൻ്റെ അക്കൗണ്ട് റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എവിടെയും കാണിക്കണം? ഇവരുടെ 2 പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ
അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് കാണിക്കണം അല്ലേ, അക്കൗണ്ടിൽ നിന്ന് കുറയണമല്ലോ. അപ്പം നീരജിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. മോഹിതിൻ്റെതിൽ നിന്ന് 12,000ഉം സോഹൻ്റെതിൽ നിന്ന് 6,000ഉം പോയിരിക്കുന്നു. അറിയാമല്ലോ, എത്ര നിങ്ങൾക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യാനുള്ള. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇപ്പം നീരജിൻ്റെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നീരജിൻ്റെ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എത്ര രൂപയാണ് കൊടുത്തു വിടേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കത് അതങ്ങ് ചെയ്യാം. ഇപ്പം നീരജിൻ്റെ അക്കൗണ്ട് അങ്ങ് ടോട്ടൽ ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി ഉണ്ട്, അതിനകത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ, പുതിയ പാർട്ട്ണറുടെ ഇതുകൂടെ നമുക്ക് എഴുതണം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. നോക്കോ, ദ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫെയിം ഫിക്സ്ഡ് അറ്റ് rupees 1,20,000 അല്ലേ. അപ്പം ഇനി നമുക്ക് ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് നമുക്ക് ഉറപ്പായിട്ട് എഴുതാമല്ലോ, കാരണം അത് എത്രയാണെന്ന് ഫിക്സ് ചെയ്തേക്കുവാണ്, 1,20,000. അപ്പം അതനുസരിച്ച് എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 80,000, എന്നിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 40,000. അതും കൂടി എഴുതുക കേട്ടോ. അതും ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇനി അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എത്രയേ വരുള്ളൂ, 80,000, 40,000 ഇത്രയും എഴുതുക. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇവിടെ ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പം കൂടുതലുള്ള സൈഡിലെ എമൗണ്ട് വേണം നമ്മൾ എഴുതാനായിട്ട് എപ്പോഴും അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ 40 6 46 ഉള്ളൂ, 40 45 46 47. അപ്പോൾ 47,000 47,000 ഇവിടെ ആകുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ എല്ലാം കൂടി ടോട്ടൽ ചെയ്തെന്നാൽ 65,000 ആണ് വരുന്നത്. 65,000. അടുത്ത കോളത്തിലാണെങ്കിൽ 94,000 വരും. എല്ലായിടത്തും ക്രെഡിറ്റ് സൈഡാണ്, എല്ലാവർക്കും ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പം ആ സെയിം എമൗണ്ട് നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു. 94,000, 65,000, 47,000. നോക്കിക്കേ, ഇതിൻ പ്രകാരം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ നീരജാണല്ലോ റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് എത്ര കൊടുക്കാനുണ്ട്, 65,000 രൂപയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ ഇവിടെ ബുക്കിനകത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഷെയർ എന്ത് ചെയ്യണമെന്ന്, വാസ് പെയ്ഡ് ഫോർ ഹിസ് ഷെയർ ഇൻ ദ ഫാമിലി, കൊടുക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്കത് ആദ്യം അത് കൊടുക്കുന്നതായിട്ടങ്ങ് കാണിക്കാം. അത് കൊടുക്കുന്നതായിട്ട് കാണിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ബാങ്ക് വഴിയാണ്, ഇവിടെ ക്യാഷ് ഇൻ ഹാൻഡ് ഒന്നും ഇല്ല നമുക്ക്, കണ്ടോ, ക്യാഷ് അറ്റ് ബാങ്കാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ക്യാഷ് അറ്റ് ബാങ്ക് വഴി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ 65,000 ക്യാഷ് ഒന്നും എഴുതുന്നില്ല, ബാങ്കിൽ നിന്ന് എഴുതുന്നു കേട്ടോ. 65,000. ഇനി അടുത്തത് മോഹിതിൻ്റെയും സോഹൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിപ്പം ശരിയല്ലല്ലോ, ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ശരിയല്ലല്ലോ, വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കേ. അതായത് പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ 80,000 40,000 ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ആദ്യം നോക്കാം. മോഹിതിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കിടക്കുന്ന എത്രയാണ്, 94,000 ആണ് അല്ലേ. 94,000 ക്രെഡിറ്റ് കിടപ്പുണ്ട്. പക്ഷേ എത്ര മതിയായിരുന്നു, 80 10 90 92 92,000 മതിയായിരുന്നു. പക്ഷേ എത്ര കിടപ്പുണ്ട്, 94,000 കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ മോഹിതിൻ്റെ അക്കൗണ്ടിൽ 2,000 രൂപ എക്സസ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ. അതായത് മോഹിതിൻ്റെ അക്കൗണ്ടിൽ ഇത്രയും എമൗണ്ടുള്ള 94,000 ക്രെഡിറ്റ് കിടപ്പുണ്ട്. ക്ലിയർ. അതിൽ നിന്ന് ആകെ നീരജിൻ്റെ ഗുഡ് വില്ല് 12,000 പോയിട്ടുണ്ട്. പിന്നെ പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 80,000 മതി. അപ്പോൾ 80 12,000 92,000 മതിയായിരുന്നു കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ. അതിൻ്റെ അർത്ഥം ഇവിടെ 94 ഉണ്ട് എന്ന് പറയുമ്പോൾ 2,000 രൂപ എക്സസ് ആണ് അല്ലേ. 2,000 രൂപ മോഹിതിൻ്റെ അക്കൗണ്ടിൽ എക്സസ് ക്യാപിറ്റലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, മോഹിതിന് അതെന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ പാടില്ല. എക്സസ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ഷോർട്ടേജ് ആണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കണം.
അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ഈ 2000 എവിടെ നിന്ന് കുറയണം? മോഹിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2000 കുറയണം അല്ലേ? അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് തന്നെ ആണ് എഴുതുന്നത്. കാരണം ഇവിടെ ക്യാഷ് ഇല്ല, ബാങ്ക് ട്രാൻസാക്ഷൻ ആയിട്ടാണ് എല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിൽ നിന്നും എഴുതാം. മോഹിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2000 എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്ത സോഹൻ്റെ ഒന്ന് നോക്കിക്കേ. സോഹൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര ക്രെഡിറ്റ് കിടപ്പുണ്ട്? 47,000 കിടപ്പുണ്ട് അല്ലേ? 47 അക്കൗണ്ടിൽ ക്രെഡിറ്റ് കിടപ്പുണ്ട്. ഇനി കണക്കും പ്രകാരം 47 മതിയായിരുന്നു, 47 കിടപ്പുണ്ട്. പക്ഷേ പുതിയ ക്യാപിറ്റലും നീരജിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയറും കൂടി ചേർത്ത് എത്ര മതിയായിരുന്നു? 46 മതിയായിരുന്നു ആക്ച്വലി. പക്ഷേ എത്രയുണ്ട്? 47,000 കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം സോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ഒരു 1000 രൂപ കൂടി കിടക്കുകയെന്നല്ലേ അല്ലേ? അതായത് പുതിയ ഫേം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോഹൻ 40,000 കൊണ്ടുവന്നാൽ മതിയല്ലോ. ആ 40,000 6,000 ഗുഡ്വില്ലിൻ്റെ ഷെയറും അത്രയും മാത്രം മതിയായിരുന്നു. പക്ഷേ 47,000 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 1000 രൂപ സോഹനും എന്ത് ചെയ്യുന്നതായിട്ട് കാണിക്കാം? വിഡ്രോ ചെയ്യുന്നതായിട്ട് കാണിക്കാം. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫേമിൻ്റെ ക്യാപിറ്റലിൽ മോഹിതിൻ്റെ 80,000, സോഹൻ്റെ 40,000. അപ്പോൾ ഈ രണ്ടുപേരും ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്യുന്നുണ്ട്? മോഹിത് 2000, സോഹൻ 1000 രൂപയും വിഡ്രോ ചെയ്യുന്നതായിട്ടും കാണിക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിൻ്റെ ബാലൻസ് ഷീറ്റും കൂടി നോക്കാം. ബാലൻസ് ഷീറ്റ് നോക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. അതായത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അസറ്റ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ബിൽഡിങ് അതിൻ്റെ ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് മെഷീനറി, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഡെറ്റേഴ്സ് വരുമ്പോൾ പ്രൊവിഷൻ വയ്ക്കുമ്പോൾ എത്ര വയ്ക്കണം? 3000 വേണം കേട്ടോ കുറയ്ക്കാൻ. അപ്പം ഇനി എത്രയേ ഉള്ളൂ? ഡെറ്റേഴ്സ് 17,000 ഉള്ളൂ. അപ്പോൾ ഇത് ഇനി ക്യാപിറ്റൽ കണ്ട പുതിയ ഫേമിൻ്റെ ക്യാപിറ്റലിൽ മോഹിതിൻ്റേത് 80,000, സോഹൻ്റേത് 40,000. ഇനി ക്രെഡിറ്റേഴ്സ് 21,000, അതിലും കുഴപ്പമില്ല. ഇനിയുള്ള ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ്. നോക്കിക്കേ, ഇവിടെ ബാങ്കിൽ എത്രയാണ് കിടക്കുന്നത്? ക്യാഷ് അറ്റ് ബാങ്ക് 14,000 ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ചോദ്യത്തിൽ ബാലൻസ് ഷീറ്റിൽ എത്ര തന്നിരിക്കുന്നത്? 14,000 ആണ് ബാങ്ക് ബാലൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്ന് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നോക്കിക്കേ, 14,000 രൂപയാണ് ബാങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് കിടക്കുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 14,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഞാൻ ഇനി വിഡ്രോ ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാനിവിടെ മൈനസായിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞാൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ, എക്സസ് ക്യാപിറ്റൽ മോഹിതും സോഹനും വിഡ്രോ ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും കൂടെ എക്സസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര വരുന്നത്? 3,000 രൂപയല്ലേ? അപ്പം 3,000 രൂപ ഇവരെന്ത് ചെയ്യുന്നു? അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം 14,000 ഉണ്ടായിരുന്നു, 3,000 പോയി കഴിഞ്ഞാൽ പിന്നെ എത്രയുള്ള അക്കൗണ്ടിൽ? 11,000 ഉള്ളൂ അല്ലേ? മനസ്സിലായില്ലേ? ഇനി 11,000 ഉള്ള ബാങ്കിൽ കിടപ്പുള്ളൂ. ഇനി അതിൽ നിന്ന് വീണ്ടും റിട്ടയറിംഗ് പാർട്ണറായ നീരജിന് എമൗണ്ട് മുഴുവൻ പേ ചെയ്യുമല്ലേ? പൈസ ഒട്ടും ഇല്ലതാനും, പിന്നെ എവിടെ നിന്ന് എടുത്ത് പേ ചെയ്യുന്നത്? അപ്പം ഡെപ്പോസിറ്റ് ഉള്ളതിൽ നിന്നും കൂടുതലായിട്ട് എന്തോ ചെയ്യാൻ പോവുകയാണ്? വിഡ്രോ ചെയ്യാൻ പോകണം അല്ലേ? ഇപ്പം ബാങ്ക് സ്ഥാപനങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി അല്ലേ, ഓർക്കുന്നില്ലേ? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? 11,000 ഡെപ്പോസിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിൽക്കെ ബാങ്കിൽ നിന്ന് 65,000 രൂപ എന്ത് ചെയ്യുന്നു? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പം ബാലൻസ് പ്ലസ് നിന്ന് എന്തോട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി അല്ലേ? അപ്പം നെഗറ്റീവ് 65,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇനി അവിടെ എത്ര രൂപയുടെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത്? 65,000 വിഡ്രോ ചെയ്തപ്പോൾ അതിൽ 11,000 നമ്മുടെ ഡെപ്പോസിറ്റായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ 65,000 നിന്ന് 11,000 കുറച്ചിട്ട് ബാക്കിയാണ് എന്ത് വരുന്നത്? ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് എത്രയാണ് വരുന്നത്? 54,000 രൂപ നമ്മൾ ബാങ്കിൽ നിന്ന് എന്തെടുത്തിരിക്കുന്നതാണ്? ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അതായത്
ഇവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ എന്താ ഇവിടെ 3000 രൂപ ഇവർക്ക് വിഡ്രോ ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് അല്ലേ, കണ്ടോ രണ്ട് പാർട്ട്നേഴ്സും 3000 വിഡ്രോ ചെയ്യുന്നു. കൂടാതെ നീരജിൻ്റെ എമൗണ്ടും കൊടുക്കണമെന്ന് നിർബന്ധമായിട്ടും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വിഡ്രോ ചെയ്യുന്നതായിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ അവസാനം എന്ത് ബാലൻസ് ആയി പോവും? ഓവർ ഡ്രാഫ്റ്റ് ആകും അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 14,000 നിന്ന് 3,000 ആദ്യം എടുത്തു, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 16,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 65,000 കൂടി വിഡ്രോ ചെയ്തു. അപ്പോൾ 65,000 നിന്ന് 15,000 പോയെന്നാൽ ബാക്കി 54,000 അവരുടെ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട്. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ലൈബിലിറ്റി കൂടി അവിടെ വരുന്നു. ഏതാണ്? 54,000. ഇതാണ് പുതിയ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ഇല്ലാതിരുന്ന ഒരു പുതിയ ലൈബിലിറ്റി 54,000 ഇവിടെ വരുന്നു. അത് അങ്ങനെ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം, ഈ രീതിയിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതേ ഇവിടെ പുസ്തകത്തിൽ വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കിയെന്നാലും നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാം. ബാങ്ക് അക്കൗണ്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ബാങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കിടക്കുന്നത് 14,000 ബാലൻസ് ബ്രോട്ട് ഡൗൺ. പിന്നെ അതിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നതല്ലേ പോയേക്കുന്ന മോഹിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2,000, സോഹൻ 1000 വിഡ്രോ ചെയ്തിട്ടുണ്ട്, നീരജിന് 65,000. അതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്താണ്? ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കണം. ഇത് നേരത്തെ ചെയ്തിട്ടുള്ളതല്ലേ, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കുന്നത് പോലെ തന്നെ. ഇനി കണ്ടോ ഇവിടെ ഒരു അസംഷൻ കൊടുത്തിട്ട് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഈസ് ടേക്കൺ ടു പേ ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്ന റിട്ടയറിംഗ് പാർട്ട്ണർക്ക് പേ ചെയ്യാനാണ്. ക്യാഷ് ടു ബി ബ്രോട്ട് ഇൻ. പിന്നെ പുതിയ ക്യാഷ് കൊണ്ടുവരണോ അതെയോ എക്സസ് വിഡ്രോ ചെയ്യുകയാണോ എന്ന് കണ്ടുപിടിക്കുന്നതിന് നേരത്തെ നമ്മൾ ചെയ്യാറില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പുതിയ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 82,000 ആണ് എക്സസ് ഇപ്പോൾ കിടക്കുന്നത്. പുതിയ ക്യാപിറ്റൽ ഇത്രയും മതിയായിരുന്നു, എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ ഇത്രയും കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ക്യാപിറ്റൽ അവർക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. ഇങ്ങനെയാണിത്. അപ്പം ഇത്രയും ഇതിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിലോട്ട് പോകണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താലും മതി. അതായിരിക്കും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് എളുപ്പം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.